ശരിക്കൊരു സുന്നിയും ഒരു അസുന്നിയും തമ്മിൽ കണ്ടുമുട്ടി ഒരു 10-35 കൊല്ലത്തിന് ശേഷം. അവർ LKG മുതൽ PG വരെ ഒന്നിച്ച് പഠിച്ചതായിരുന്നു. ഇവർ രണ്ടാളും വേറെ വേറെ കമ്പനിയിൽ ലെക്ചറായിട്ടോ കോളേജിൽ ലെക്ചറായിട്ടോ കമ്പനിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അക്കൗണ്ടൻ്റായിട്ടോ ജോലി ചെയ്തു. വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. എന്തൊക്കെ വർദ്ധാനം. അപ്പോൾ സുന്നിയായ മനുഷ്യൻ പറയും അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോന്നു. ആഖിറക്ക് ഓർക്കുമ്പോൾ പേടിയാണ്, എന്നാലും കുറച്ച് സ്വലാത്ത് ദിക്റൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സമാധാനം. എൻ്റെ അവസ്ഥ എന്താ അവസ്ഥ ഇങ്ങനെ പോകുന്നു. അല്ല, നീ സ്വലാത്തും ദിക്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളെവിടെ പോയാലും സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലി മഹദറത്തുൽ ബദർ ഇല്ലല്ല, നിങ്ങൾക്കില്ലല്ലോ? ഇല്ല. അസ്സലാത്തു അലൻ നബി മങ്കൂസ് മൗലിദ് ഉണ്ടാ? ഇല്ലല്ല. ഉണ്ട്, എനിക്കുണ്ട്. യാ റബ്ബി സ്വല്ലി അലൻ നബി ഉണ്ടോ? മങ്കൂസ് മൗലിദ് തന്നെ ഉണ്ടാ? ഇല്ല. പിന്നെ റജബിൻ്റെ നോമ്പ് ഉണ്ടാ? ഇല്ല. പിന്നെ ഷഅബാൻ്റെ നോമ്പ് ഉണ്ടാ? ഇല്ല. 3 യാസീൻ ദുഖാൻ ഉണ്ടാ? ഇല്ല. പിന്നെ പരമാവധി ജീവിതത്തിൽ ഞാൻ ദിക്ർ ചൊല്ലാൻ നോക്കും. മങ്കാന ആഖിറ കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാലും സ്വർഗത്തിലെത്തുന്നല്ലേ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരമാവധി ചൊല്ലും. നീ എപ്പോൾ ചൊല്ലല്ലേ? ഞാൻ 5 വക്ത് നിസ്കാര ശേഷം 10 തവണ അഫ്ളൽ ദിക്ർ ഉസ്താദ് ചൊല്ലുമ്പോൾ 10 എണ്ണം എന്തായാലും ചൊല്ലും. അപ്പോൾ ഒരു 50 അങ്ങനെ കിട്ടും. നീ എണീറ്റ് പോക്കണ്ടല്ലോ അല്ലേ? ഹദ്ദാദിൽ നമ്മളെ നാട്ടിലെ പള്ളിയിൽ 50 എണ്ണം ഹദ്ദാദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലമന്നഹു ഹദ്ദാദുണ്ടോ? ഇല്ല. അവൻ പോയി. പിന്നെ പരമാവധി അൽഹംദുലില്ലാ രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലണമെന്ന് നിർദ്ദേശിച്ച ദിക്റുകൾ പരമാവധി ചൊല്ലാൻ ശ്രദ്ധിക്കാറുണ്ട്. നീയോ ഈ തിരക്കിനിടയിലോ? എന്തായാലും ഞാൻ രാത്രി എപ്പോഴും ഔദുക്കൽ മാത്തില്ലായി താമാത്തി ബിസ്മില്ലാഹി റദീന ബില്ലാഹി അയലപ്പല്ല അതിൻ്റെ പേരെന്നല്ല അദ്ദാദ്. അത് നിൽക്കണ്ടോ? ഇല്ല. രാവിലെ വിർദുൽ ലത്തീഫ് എന്തായാലും ചൊല്ലലുണ്ടല്ലോ. ഔദുക്കൽ മാത്തില്ലാഹി ലാ ഹൗല വലാ ഖുവത നിൽക്കണ്ട? അത് ഇല്ല. എനിക്ക് എന്താ ഇല്ല? പിന്നെ ആ ഒരു കാര്യം എനിക്ക് എന്താ ഇല്ല. ഞാൻ പരമാവധി പരമാവധി മനുഷ്യന്മാരെ കാഫറാക്കിയിട്ട് നടക്കലാണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഇതാണ് സത്യാവസ്ഥ. സത്യം പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇതാണ് ഒരു അസുന്നിയും സുന്നിയും തമ്മിൽ കണ്ടുമുട്ടിയാൽ. നമ്മളെ മക്കൾ വിദേഹത്തിലേക്കൊന്ന് പോകാതിരിക്കണമെങ്കിൽ മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം.